കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുമ്പോൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ പറ്റി പഠിച്ചു. എന്തായിരുന്നു അതിൻ്റെ പേര്? മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? വെക്റ്റർ എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കൊടുത്താൽ എഫ് ഈക്വൽസ് ക്യൂ വി ബി സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3 കേസാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫീൽഡിന് പാരലലായിട്ട് എൻ്റർ ചെയ്താൽ എന്തായിരിക്കും ഫോഴ്സിൻ്റെ വാല്യൂ? മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും ഫോഴ്സ്? അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് പാരലൽ ടു ദ ഫീൽഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷന് പാരലായിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ, ചാർജ് ക്യൂ ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് മൂവ് ചെയ്യുന്നു വിത്ത് വെലോസിറ്റി വി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിൽ പാരലായിട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ ആംഗിൾ തീറ്റ വാല്യൂ എന്തായിരിക്കും? തീറ്റ ഈക്വൽസ് 0 ഡിഗ്രി. Therefore, force, magnetic Lorentz force F that is equal to, ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ വി ബി സൈൻ തീറ്റ ആണ്. ഇവിടെ എന്താ വരുന്നത്? ക്യൂ വി ബി സൈൻ തീറ്റ എന്തായിരിക്കും? 0 ഡിഗ്രി. സൈൻ 0 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി ഇൻറ്റു 0. അപ്പോൾ എഫ് ഈക്വൽസ് 0. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടി? 0 ആയിട്ട് കിട്ടി. അതിൻ്റെ അർത്ഥം ആ ചാർജ്ഡ് പാർട്ടിക്കിളിൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്തോളും. അൺഡിഫ്ലക്റ്റഡ്. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആണെങ്കിൽ അതിന് ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പൊക്കോളും. അതായത് അത് ഏത് ഡിറക്ഷനിലാണോ വന്നത് അതേ ഡിറക്ഷനിൽ തന്നെ ഫീൽഡിൻ്റെ പാരലായിട്ട് അങ്ങോട്ട് മൂവ് ചെയ്തോളും. ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അത് കാരണം ആ പാർട്ടിക്കിളിന് ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. അത് വരുന്ന അതേ വഴിക്ക് തന്നെ പോയിക്കോളും, ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിൽ മൂവ് ചെയ്തോളും. അടുത്തായിട്ട് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്താൽ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആദ്യം ഈ ഡയഗ്രാം നോക്കാം. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുവാണ്. എന്താ? ചാർജ് ക്യൂ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പൊ നോക്കിക്കേ, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്താൽ വെലോസിറ്റി വെക്ടറും ഫീൽഡ് ഡിറക്ഷൻ നമ്മൾ ഉണ്ടാക്കുന്ന ദിസ് ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, അല്ലേ? അപ്പൊ തീറ്റ ദറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. തീറ്റ എത്രയാണ്? 90 ഡിഗ്രി. സൈൻ 90 ഡിഗ്രി. സൈൻ 91 ആണ്. നമുക്ക് കിട്ടി എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ വാല്യൂ ഒരു മാക്സിമം വാല്യൂ ആണ്. എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി ആയിരിക്കും. ഈ മാക്സിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് കാരണം ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ഒരു സർക്കുലാർ പാത്ത് ആയിരിക്കും. അപ്പോൾ സർക്കുലാർ പാത്തിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവുമെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആയ
QVB ആണ്. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് എവിടേക്കായിരിക്കും? ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ അലോങ് ദ റേഡിയസ്. റേഡിയസിൽ കൂടെ ആ സർക്കിളിന്റെ സെന്ററിലേക്കായിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അപ്പോൾ ഉറപ്പായിട്ടും ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വെലോസിറ്റി വെക്ടർ വരുന്നത്. ഈ രണ്ട് വെക്ടേഴ്സിന്, അതായത് വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് ഈ ഡയഗ്രാം നോക്കുക. ആ ഫോഴ്സ് മൂലം ആ പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന പാത്ത് എങ്ങനെയാണ്? സർക്കുലാർ പാത്ത് ആയിരിക്കും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ക്രോസ് ഇട്ട് കാണിച്ചിരിക്കുന്നത്. ക്രോസ് ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ, ഇവിടെയാണ് ഈ ബോർഡ് അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പൊ ക്രോസ് ഇട്ട് കാണിച്ച മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ബി ആണ്, ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആണ് അതിന്റെ ഡിറക്ഷൻ. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് വിചാരിച്ചോളൂ. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ ഇത് എടുക്കാം. ഇതാണ് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ, Q ആണ് അതിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി നമുക്ക് കൊടുക്കാം. വെലോസിറ്റിയുടെ ഡിറക്ഷൻ വെക്ടർ V ആയിട്ട് കൊടുക്കാം. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ബോഡിയിലേക്കാണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ വെലോസിറ്റി വെക്ടർ കാണിച്ചു, വെക്ടർ V. അപ്പൊ ഈ കേസിൽ എങ്ങനെയായിരിക്കും ഫോഴ്സിന്റെ ഡിറക്ഷൻ? റൈറ്റ് ഹാൻഡ് പാം റൂൾ നമ്മൾ പഠിച്ചു അല്ലെ? അത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരുന്ന ഫോഴ്സിന്റെ ഡിറക്ഷൻ നോക്കിക്കേ. മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിലേക്ക്, അപ്പൊ നമ്മുടെ എല്ലാ ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ. വെലോസിറ്റി അങ്ങോട്ടല്ലേ? വെലോസിറ്റി തമ്പാണ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ. അപ്പൊ ഉറപ്പായിട്ടും ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇവർക്ക് രണ്ടുപേർക്കും പെർപെൻഡിക്കുലർ ആയിട്ട്. കിട്ടിയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ഡിറക്ഷൻ. അപ്പൊ നമുക്ക് ഫോഴ്സിന്റെ ഡിറക്ഷൻ ആയിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫോഴ്സ് വെക്ടർ F. ഇനി അടുത്തൊരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ദാ ഇവിടെ എത്തുവാന്ന് വിചാരിച്ചോ. ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റിയുടെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ദാ ഇങ്ങനെ. ഇതാണ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ. അപ്പൊ ഉറപ്പായിട്ടും ഫോഴ്സിന്റെ ഡിറക്ഷൻ എങ്ങനെയാ വരുന്നത്? എങ്ങനെയാ നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്ന? ഫോഴ്സ് ഈ മാഗ്നറ്റിക് ഫീൽഡിനും ഈ വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പൊ നമുക്ക് കൊടുക്കാം ഫോഴ്സിന്റെ ഡിറക്ഷൻ ഇങ്ങനെ. ഇനി ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതാ ഇവിടെ എത്തുവാണെങ്കിൽ അതിന്റെ വെലോസിറ്റി ഡിറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങോട്ട് അല്ലേ? വെലോസിറ്റി ഫോഴ്സ് എപ്പോഴും വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ട്. ഇതാണ് ഫോഴ്സിന്റെ ഡിറക്ഷൻ. നേരെ മറിച്ച് പാർട്ടിക്കിൾ ഇതാ ഇവിടെ എത്തുവാണെങ്കിൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും? വെലോസിറ്റിയുടെ ഡിറക്ഷൻ അവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ ടാൻജന്റ് ഡിറക്ഷൻ ആയിരിക്കും വെലോസിറ്റിയുടെ ഡിറക്ഷൻ. ഉറപ്പായിട്ടും ഫോഴ്സ് എങ്ങനെയായിരിക്കും? ആ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റിലേക്കായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ഡിറക്ഷൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, എല്ലാ ഫോഴ്സും ഏത് പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എവിടേക്കാ വരുന്നത്? ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ അല്ലെ? ആ സർക്കിളിന്റെ സെന്റർ ഓയാന്ന് വിചാരിച്ചു. അപ്പൊ ആ സർക്കിളിന്റെ സെന്ററിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത് അലോങ് ദ റേഡിയസ്. റേഡിയസിൽ കൂടെ ആ സർക്കിളിന്റെ സെന്ററിലേക്ക്. അത് കാരണമാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് ആ ചാർജ്ഡ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ സർക്കിളിന്റെ റേഡിയസ് സ്മോൾ r ആണെന്ന് വിചാരിച്ചു. ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് സ്മോൾ r ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സർക്കുലർ പാത്തിൽ ഫോളോ ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ. സെൻട്രിപെറ്റൽ ഫോഴ്സ്
That is equal to mv square by r. m എന്ന് പറയുന്നത് ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മാസ്, v എന്ന് പറയുന്നത് വെലോസിറ്റി, r എന്ന് പറയുന്നത് ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാ വരുന്നത് നോക്കൂ. QVB that is equal to mv square by r. For magnetic Lorentz force, maximum value of magnetic Lorentz force, that is equal to centripetal force mv square by r. അപ്പോൾ രണ്ട് സൈഡിലും v ഉണ്ട്. അപ്പോൾ v കട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ QB that is equal to mv by r എന്ന് വരുന്നു. അതിൽ നിന്ന് നമുക്ക് ആ പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസ് എന്താണെന്ന് കിട്ടും. റേഡിയസ് r that is equal to mv divided by QB. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഓർത്തിരിക്കുക. റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് r that is equal to mv by QB. r equals mv by QB. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ആ പാർട്ടിക്കിളിന്റെ മാസ് കൂടുന്നതനുസരിച്ച് റേഡിയസ് കൂടും, വെലോസിറ്റി കൂടുന്നതനുസരിച്ച് റേഡിയസ് കൂടും. ചാർജ് കുറവാണെങ്കിൽ റേഡിയസ് കൂടുതലായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ റേഡിയസ് കൂടുതലായിരിക്കും. ഓർത്തിരിക്കാം. വീണ്ടും ആ ന്യൂമറേറ്ററിലേക്ക് നോക്കിക്കേ. m ഇൻറ്റു വി. m ഇൻറ്റു വി ആരാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. m ഇൻറ്റു വി ആരാ? മൊമെന്റം ആണ് അല്ലേ, അതായത് പി ആണ്. അപ്പൊ പി ദറ്റ് ഈസ് ഈക്വൽ ടു എം വി ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ആർ പ്രപ്പോർഷണൽ ടു എം വി ദാറ്റ് ഈസ് മൊമെന്റം. അപ്പോൾ മൊമെന്റം കൂടുന്നതനുസരിച്ച് ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. മൊമെന്റം കൂടാന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അതിന്റെ വെലോസിറ്റി കൂടുമ്പോൾ മൊമെന്റം കൂടും, അതനുസരിച്ച് അത് ഫോളോ ചെയ്യുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസ് കൂടുതലായിരിക്കും. കിട്ടിയല്ലോ. ഇനി ഈ ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് എവിടേക്ക് എത്തിച്ചേരാവുന്ന? ടൈം പീരീഡിലേക്ക് എത്താം, അതോടൊപ്പം തന്നെ ഫ്രീക്വൻസിയിലേക്ക് എത്താം. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ. അപ്പോൾ ഒരു പ്രാവശ്യം കറങ്ങാനെടുക്കുന്ന സമയം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ടൈം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത്രയും ചിന്തിച്ചാൽ മതി അല്ലെ, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പൊ ഇവിടെ സർക്കുലർ പാത്ത് അല്ലേ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് തുടങ്ങുവാണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്ത് തിരിച്ച് ഇവിടേക്ക് എത്താനുള്ള സമയം, അതിനെയാണ് ഒരു ഫുൾ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫുൾ റെവല്യൂഷന്റെ ടൈം, അതാണ് നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ടി ദറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ റേഡിയസ് 6 ആണെങ്കിൽ ഈ സർക്കുലർ പാത്തിന്റെ സർക്കംഫറൻസ് എന്താണ്? 2πr ആണ്, ഡിവൈഡഡ് ബൈ വെലോസിറ്റി. അപ്പൊ ടി ദറ്റ് ഈസ് ഈക്വൽ ടു 2πr ബൈ വി അല്ലെ. അപ്പൊ നമുക്ക് തൊട്ട് മുകളിലെ ഇക്വേഷനിൽ നിന്ന് ആ വി എന്താന്ന് കിട്ടൂലോ അല്ലെ. ആ വിയുടെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ ടി എന്ത് വരും നോക്കിക്കേ. ടി ദറ്റ് ഈസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ വെലോസിറ്റി. വിക്ക് പകരം നമുക്ക് കൊടുക്കാവുന്ന എന്താണ്? QBr ബൈ എം. QBr ബൈ എം. നോക്കൂ, ഈ 6 കട്ട് ചെയ്തു പോയി, എം മുകളിലേക്ക് വന്നു. അപ്പൊ പീരീഡ് ടി ദറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരുന്നേ? 2πm ഡിവൈഡഡ് ബൈ QB. 2πm ബൈ QB. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, നമുക്ക് പ്രോബ്ലത്തിലൊക്കെ യൂസ്ഫുൾ ആണ്. ടി പീരീഡ് ഓഫ് റെവല്യൂഷൻ ടി ദറ്റ് ഈസ് ഈക്വൽ ടു 2πm ഡിവൈഡഡ് ബൈ QB ആണല്ലോ. പീരീഡ് അറിയാമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസിയിലേക്ക് എത്താം. അപ്പൊ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിക്ക് പല പല സിമ്പിൾസ് യൂസ് ചെയ്യാറുണ്ട്. എഫ് കൊടുക്കാറുണ്ട്, ന്യൂ എന്നുള്ള സിമ്പിൾ കൊടുക്കാറുണ്ട്, സ്മോൾ ലെറ്റർ എൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് സ്മോൾ ലെറ്റർ എഫ് കൊടുക്കാം. ഫ്രീക്വൻസി ദറ്റ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെ വരുന്നത്? QB ഡിവൈഡഡ് ബൈ 2πm. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് ഫ്രീക്വൻസി എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു QB ഡിവൈഡഡ് ബൈ 2πm. ഈ ഫ്രീക്വൻസിക്ക് ഒരു പ്രത്യേക പേര് പറയും. പറയുന്ന പേര് ഇങ്ങനെയാണ്, സൈക്ലോട്രോൺ ഫ്രീക്വൻസി. സൈക്ലോട്രോൺ ഫ്രീക്വൻസി. ഇത് നമ്മൾ
സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസിൽ സെയിം ഇക്വേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. സൈക്ലോട്രോൺ ഫ്രീക്വൻസി എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു QB ഡിവൈഡഡ് ബൈ 2πm. അപ്പോൾ ഓർത്തിരിക്കുക, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. അതിന്റെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ വാല്യൂ മാക്സിമം ആണ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു QVB. ഈ മാക്സിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് കാരണം ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ഷേപ്പ് എന്തായിരിക്കും? സർക്കുലർ പാത്ത് ആയിരിക്കും. അപ്പൊ ഈ സർക്കുലർ പാത്തിലെ ഓരോ പോയിന്റിലെയും ഫോഴ്സിന്റെ ഡിറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും റേഡിയസിൽ കൂടെ സെന്റർ ഓഫ് ദ സർക്കിളിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. അപ്പൊ ദാറ്റ് ടു ഫോഴ്സസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. QVB ദാറ്റ് ഈസ് ഈക്വൽ ടു mv²/r അല്ലെങ്കിൽ QB is equal to mv/r. വേണമെങ്കിൽ നമുക്ക് റേഡിയസ് ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാം. R ഈക്വൽസ് mv/QB ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. ആ റേഡിയസ് എന്ന് പറയുന്നത് മാസിനെ, വെലോസിറ്റിയെ, ചാർജിനെ ആൻഡ് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ന്യൂമറേറ്ററിലെ ടേം എന്ന് പറയുന്നത് മൊമെന്റം ആണ്. മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെന്റം. അപ്പോൾ ആർ പ്രപ്പോർഷണൽ ടു മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പൊ മൊമെന്റം കൂടുന്നതനുസരിച്ച് ലാർജർ ദ മൊമെന്റം, ലാർജർ വിൽ ബി ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്. ഇനി ഒരു ഫുൾ റെവല്യൂഷൻ എടുക്കുന്ന സമയം, അതിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? ടൈം പീരീഡ് എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ? ഒരു ഫുൾ റെവല്യൂഷൻ എടുക്കുന്ന സമയം. അപ്പൊ T ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്നുള്ള ടൈം ഇക്വേഷൻ കൊടുക്കാം. അപ്പോൾ സർക്കുലർ പാത്തിലാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ സർക്കംഫറൻസ് ഓഫ് ദ സർക്കുലർ പാത്ത് ദാറ്റ് ഈസ് 2πr ഡിവൈഡഡ് ബൈ V. അവിടെ വിക്ക് നമ്മൾ വാല്യൂ കൊടുക്കുവാണ് QBr/m. അപ്പൊ r കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി, T ഈക്വൽസ് 2πm/QB. അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. അപ്പൊ QB/2πm. ഈ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. തേർഡ് കേസ് നമുക്ക് നോക്കാം. ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡായിട്ട് തീറ്റ ആംഗിളിലാണ് എൻ്റർ ചെയ്യുന്നത്. ഒരു ഇൻക്ലിനേഷനിലാണ് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ, ഈ ഫിഗറിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ്, ഇത് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ Q എന്ന് പറയുന്ന ചാർജ് പാർട്ടിക്കിൾ അത് എൻ്റർ ചെയ്യുന്നത് ഈ ഡിറക്ഷനിലാണ് എൻ്റർ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ വെലോസിറ്റിയുടെ ഡിറക്ഷൻ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ദിസ് ആംഗിൾ തീറ്റയാന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഇൻക്ലിനേഷനിലാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഇക്വേഷൻ എന്തായിരിക്കും? QVB സൈൻ തീറ്റയാണ് അല്ലെ? F ദാറ്റ് ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് ഫീൽഡുമായിട്ട് തീറ്റ ആംഗിളിലാണ്. അതായത് ആ വെക്ടർ V, വെലോസിറ്റി വെക്ടറിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിലുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റും, രണ്ടാമത് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പെർപെൻഡിക്കുലർ കമ്പോണന്റും. അപ്പൊ നോക്കിക്കേ, ഈ വെലോസിറ്റി വെക്ടർ V ഞാൻ രണ്ട് കമ്പോണൻസ് ആക്കുവാണ്. ഒന്ന് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിലുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റ് VH ദാറ്റ് ഈസ് V cos θ എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ? അടുത്തത് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ്, പെർപെൻഡിക്കുലർ കമ്പോണന്റിന് V പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു V സൈൻ തീറ്റ ആണല്ലോ. അപ്പൊ ഇനി നോക്കൂ, ഈ V cos θ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെലോസിറ്റി ഫീൽഡിന് എങ്ങനെയായിട്ടാ വരുന്നത്? V cos θ പാരലൽ ആയിട്ടാ വരുന്നത് അല്ലെ? അപ്പൊ ഫസ്റ്റ് കേസ് മാതിരിയല്ലേ, ആ ചാർജ്ഡ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ അല്ലെങ്കിൽ ഫീൽഡിന് പാരലൽ ആയിട്ട് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ പാരലൽ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്താന്ന് കണ്ടുപിടിച്ചേ? F ഈക്വൽസ് 0. അതിന്റെ അർത്ഥം എന്താണ്? ആ ചാർജ്ഡ് പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്തോളും. ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ അത് അങ്ങോട്ട് പൊക്കോളും. മനസ്സിലായോ? അപ്പോൾ VH അല്ലെങ്കിൽ V cos θ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് കാരണം ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നു. നേരെ മറിച്ച് സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ കമ്പോണന്റ് V പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ V സൈൻ തീറ്റ. ഈ കമ്പോണന്റ് കാരണം ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെയാണ്? ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെലോസിറ്റിയുടെ കമ്പോണന്റ് വരുന്നു. ഇപ്പൊ രണ്ടാമത്തെ കേസ് ആയിട്ടാണ് വരുന്നത് അല്ലെ? പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഫോഴ്സ് മാക്സിമം ആയിട്ടാണ് വരുന്നത് അല്ലെ? QVB ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന പാത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും? സർക്കുലർ പാത്തായിരിക്കും ആണല്ലോ. അപ്പൊ അങ്ങനെ ഈ രണ്ട് കമ്പോണൻസ് ഉള്ളത് കാരണം
എന്താ സംഭവിക്കുന്നത്? ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ നീങ്ങി സ്ട്രെയിറ്റ് ആയിട്ട് ഫീൽഡിന് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നത്? സർക്കുലാർ പാത്ത് ഇങ്ങനെ ഫോളോ ചെയ്യും. അപ്പോൾ നീങ്ങി പോവുകയും ചെയ്യും, സർക്കുലാർ ഷേപ്പ് വരികയും ചെയ്യും. അതായത് ഈ രണ്ട് പാത്തിൻ്റെയും കമ്പൈൻഡ് ഇഫക്റ്റ് ആണ് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടും സർക്കുലർ ആയിട്ടും ഇതിന്റെ രണ്ടിന്റെ നെറ്റ് റിസൾട്ടന്റ് പാത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹെലിക്കൽ പാത്ത് ആയിരിക്കും. അപ്പൊ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന പാത്ത് ഹെലിക്കൽ പാത്ത് ആയിരിക്കും. അപ്പൊ ഈ ഫിഗർ ഒന്ന് നോക്കാം നമുക്ക്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. അപ്പൊ നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്നത് ഒരു ഹെലിക്കൽ പാത്ത്, അതായത് നീങ്ങി പോവുകയും ചെയ്യും, സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? അപ്പൊ ചാർജ് ക്യൂ, ഇതാ നമ്മുടെ ചാർജ് ക്യൂ. അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന പാത്ത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതിന്റെ വെലോസിറ്റിയുടെ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെലോസിറ്റിയുടെ ഡിറക്ഷൻ നമുക്ക് ഇതാ ഇങ്ങനെ കൊടുക്കാം. വെലോസിറ്റി വെക്റ്റർ ഇതിനെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റുന്നു. VH ഹൊറിസോണ്ടലുള്ള കമ്പോണൻറ്റും V പെർപെൻഡിക്കുലർ. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്പോണൻറ്റ് കാരണം അത് നീങ്ങിപ്പോകുന്നു, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻറ്റ് കാരണം അത് സർക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ രണ്ടിൻ്റെയും നെറ്റ് റിസൾട്ടൻ്റ് ആയിട്ട് ഈ കക്ഷി ഇങ്ങനെ ഹെലിക്കൽ പാത്തായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഈ ഹെലിക്കൽ പാത്തിൽ ഫോളോ ചെയ്യുന്ന ഈ പാർട്ടിക്കിളിൽ രണ്ട് ടേംസ് ഒന്ന് ഓർത്തിരിക്കാം. അതായത് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ ഒരു ഫുൾ റെവല്യൂഷന്റെ ഇടയ്ക്ക് അത് എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നത്? ദ ഡിസ്റ്റൻസ് മൂവ്ഡ് അലോങ് ദ ഫീൽഡ് ഡിറക്ഷൻ ഇൻ വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷന്റെ സമയത്ത് അത് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്ന ആ റൈറ്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നത്? അപ്പൊ നോക്കൂ, ഇവിടെ നിന്നാണ് കക്ഷി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി തിരിച്ച് ഇവിടെ എത്തുമ്പോഴാണ് എന്ത് ഇത് സ്റ്റാർട്ടിങ് പോയിന്റ്, ഇത് ഫൈനൽ പോയിന്റ്. അതായത് ഒരു റെവല്യൂഷനായി. അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ എത്തുമ്പോൾ രണ്ടാമത്തെ റെവല്യൂഷൻ. അപ്പൊ നോക്കൂ, ഒരു റെവല്യൂഷന്റെ ഉള്ളില് അത് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത്? ഈ ഡിസ്റ്റൻസ് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്തത് ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് പിച്ച്. അപ്പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ അലോങ് ദ ഫീൽഡ് ഡിറക്ഷൻ ഇൻ വൺ റൊട്ടേഷൻ. ദ ഡിസ്റ്റൻസ് കവേർഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ അലോങ് ദ ഫീൽഡ് ഡിറക്ഷൻ ഇൻ വൺ റെവല്യൂഷൻ അല്ലെങ്കിൽ വൺ റൊട്ടേഷൻ. അതിനാണ് പറയുന്നത് പിച്ച്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പിച്ച് എന്താന്ന് ഡിഫൈൻ ചെയ്യാനും അതോടൊപ്പം തന്നെ ഫിഗർ വരച്ചിട്ട് ആ ഫിഗറിൽ പിച്ച് മാർക്ക് ചെയ്യാനും. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് പിച്ച്. വീണ്ടും അടുത്തൊരു ടേം ഓർത്തിരിക്കുക. ഈ സർക്കുലർ കമ്പോണന്റ് ഓഫ് മോഷൻ, ഈ സർക്കുലർ കമ്പോണന്റിന്റെ ഈ റേഡിയസ്, ഈ ഡിസ്റ്റൻസ്, ഇതിനെയാണ് പറയുന്നത് റേഡിയസ് ഓഫ് ഹെലിക്സ്. റേഡിയസ് ഓഫ് ദ സർക്കുലർ കമ്പോണന്റ് ഓഫ് മോഷൻ ഈസ് കോൾഡ് റേഡിയസ് ഓഫ് ഹെലിക്സ്. അപ്പൊ ഈ രണ്ട് ടേം ഒന്ന് ഓർത്തിരിക്കുക, പിച്ചും റേഡിയസ് ഓഫ് ഹെലിക്സും. ഇനി വേണമെങ്കിൽ നമുക്ക് ആ പിച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. പിച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്, പിച്ച് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ രണ്ടാൾക്കാരുണ്ട്. ആരൊക്കെയുണ്ട്? വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ടൈം പീരീഡും ഇല്ലേ? അപ്പൊ പിച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം?
ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു ആ പീരീഡ് ഓഫ് റെവല്യൂഷൻ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. എങ്ങനെ? പിച്ച് P that is equal to horizontal component of velocity. Horizontal component of velocity എന്ന് പറയുന്ന ആരാണ്? VH ആണ്. അപ്പൊ VH ഇൻറ്റു ഒരു ഫുൾ റെവല്യൂഷൻ അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫുൾ റെവല്യൂഷൻ എടുക്കുന്ന സമയമാണ് എന്ത്? പീരീഡ്. അപ്പൊ VH ഇൻറ്റു T. അപ്പൊ ഇതിന് രണ്ടുപേരുടെ വാല്യൂസ് നമ്മൾ കൊടുക്കുവാണ്. P that is equal to horizontal component of velocity VH. VH എന്ന് പറയുന്ന ആരാണ്? V cos theta ആണ്. അപ്പോൾ V cos theta ഇൻറ്റു പീരീഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. എന്തായിരുന്നു പീരീഡിന്റെ ഇക്വേഷൻ? 2πm ഡിവൈഡഡ് ബൈ QB. അപ്പോൾ പിച്ച് ദറ്റ് ഈസ് ഈക്വൽ ടു എന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണ് 2πm V cos theta ഡിവൈഡഡ് ബൈ QB. അപ്പോൾ പിച്ചിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. 2πm V cos theta ഡിവൈഡഡ് ബൈ QB. അപ്പോൾ ഓർക്കണേ, നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു തീറ്റ ആംഗിളിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ വെലോസിറ്റി വെക്ടറിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിന്റെ ഫലമായിട്ട് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പെർപെൻഡിക്കുലർ കമ്പോണന്റിന്റെ ഫലമായിട്ട് അത് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നെറ്റ് ഇഫക്റ്റ് ആയിട്ട് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ഹെലിക്കൽ പാത്ത് ആയിരിക്കും. അപ്പൊ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ അലോങ് ദ ഫീൽഡ് ഡിറക്ഷൻ ഇൻ വൺ റൊട്ടേഷൻ അല്ലെങ്കിൽ വൺ റെവല്യൂഷൻ ഇസ് കോൾഡ് പിച്ച്. ആ പിച്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്തത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു ടൈം പീരീഡ്. അപ്പൊ P ദറ്റ് ഇസ് ഈക്വൽ ടു VH ഇൻറ്റു T. അങ്ങനെ നമുക്ക് കിട്ടി P ദറ്റ് ഇസ് ഈക്വൽ ടു 2πm V cos theta divided by QB. Then radius of the circular component of motion. It is known as radius of helix. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഒരു പ്രതിഭാസത്തെ പറ്റി നോക്കാം. അറോറ ബോറിയോളിസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അറോറ ബോറിയോളിസ് ധ്രുവദീപ്തി എന്നാണ് അറിയപ്പെടുന്നത്. അലാസ്കയിലും നോർത്തേൺ കാനഡ മാതിരിയുള്ള ധ്രുവ പ്രദേശങ്ങളിലൊക്കെ ആകാശത്ത് നിറങ്ങളുടെ മായാജാലം കാണപ്പെടാറുണ്ട്. നൃത്തം ചെയ്യുന്ന പല വർണ്ണങ്ങൾ, ഇപ്പോൾ പിങ്ക് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ഈ നിറങ്ങളുടെ സാന്നിധ്യം നമുക്ക് മനസ്സിന് നല്ല കുളിർമ തരുന്നു, അതോടൊപ്പം തന്നെ നമ്മളെ കുഴപ്പിക്കുന്നതാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് സോളാർ വിൻഡിന്റെ സമയത്ത് സൺ കുറേ ഇലക്ട്രോൺസിനെയും പ്രോട്ടോൺസിനെയും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നു. അങ്ങനെ വരുന്ന ഈ പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ കുരുങ്ങപ്പെട്ട ഈ ചാർജ്ഡ് പാർട്ടിക്കിള് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അത് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഇൻക്ലൈൻ ഡിറക്ഷനിലായിരിക്കും എൻ്റർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് ഇൻക്ലൈൻ ഡിറക്ഷനിൽ ഒരു തീറ്റ ആംഗിൾ എൻ്റർ ചെയ്താൽ അത് ഫോളോ ചെയ്യുന്ന പാത്ത് എങ്ങനെയായിരിക്കും? ഹെലിക്കൽ പാത്ത് ആയിരിക്കും, അല്ലേ? അപ്പോൾ ആ നോർത്ത് ആൻഡ് സൗത്ത് പോൾസിന്റെ അടുത്ത്, അതായത് ധ്രുവങ്ങളുടെ അടുത്ത് എർത്തിന്റെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വളരെ അടുത്തടുത്തായിരിക്കും. അതായത് അവർ തമ്മിലുള്ള സെപ്പറേഷൻ ധ്രുവങ്ങളിൽ വളരെ കുറവായിരിക്കും. അപ്പൊ അത് കാരണം ആ ധ്രുവങ്ങളിൽ ഈ ചാർജസിന്റെ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇതാ ഈ ഫിഗറിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ലൈൻസ് എർത്തിന്റെ. അപ്പൊ ഈ മാഗ്നറ്റിക് ലൈൻസ് ഈ പോൾസിൽ ധ്രുവങ്ങളിൽ അവരുടെ അടുപ്പം വളരെ കൂടുതലായിരിക്കും, വളരെ അടുത്തടുത്തിരിക്കും. അപ്പോൾ നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ആ ട്രാപ്പ് ചെയ്യപ്പെട്ട ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇവിടെ എത്തുമ്പോൾ ഇവരുടെ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ആ ധ്രുവപ്രദേശത്തിലെ ആ അന്തരീക്ഷത്തില് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അന്തരീക്ഷത്തിലെ മോളിക്യൂൾസ് ആയിട്ട് അല്ലെങ്കിൽ ആറ്റംസ് ആയിട്ട് കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ ഈ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എക്സൈറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിൽ നമ്മുടെ ഓക്സിജൻ ആണെങ്കിൽ എക്സൈറ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ ആറ്റങ്ങൾ പുറപ്പെടുവിക്കുന്ന കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളർ ആയിരിക്കും.
നൈട്രജൻ ആറ്റം ആണെങ്കിൽ അത് എക്സൈറ്റ് ചെയ്യുമ്പോൾ അത് പുറപ്പെടുവിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് പിങ്ക് കളറായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഗ്രീൻ കളർ, പിങ്ക് കളർ, ചിലപ്പോൾ യെല്ലോ കളർ, ഓറഞ്ച് കളർ, ഇങ്ങനെ പല കളറുകൾ കാണാനായിട്ട് സാധിക്കും. ഈ ഫിനോമിനന് ഫിസിക്സിൽ പറയുന്ന പേരാണ് അറോറ ബോറിയോളിസ്. അടുത്ത് നമുക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു കമ്പൈൻഡ് ഫീൽഡിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അതായത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കോമ്പിനേഷൻ. ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അതിലൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു ഫോഴ്സ്? ലോറൻസ് ഫോഴ്സ് ആണല്ലോ. അപ്പൊ നമുക്ക് കൊടുക്കാം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് വെലോസിറ്റിയുടെ ഡിറക്ഷൻ കൊടുക്കാം. ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ്. അപ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ ഡിറക്ഷൻ കാണിച്ചിട്ടുണ്ട്, എക്സ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ വൈ ഡിറക്ഷനാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഇസഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. അപ്പൊ നോക്കുക, ഒരു കമ്പൈൻഡ് ഫീൽഡ്, അതായത് കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലാണ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്ന വിത്ത് വെലോസിറ്റി വി. എക്സ് ഡിറക്ഷനിലാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ വൈ ഡിറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഏതാണ്? ഇസഡ് ഡിറക്ഷൻ ആണ്. അപ്പൊ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്, അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെയും ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിന്റെയും സം, അതിനെ നമ്മൾ പറയുന്നത് ലോറൻസ് ഫോഴ്സ്. എന്തായിരുന്നു ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ? വെക്ടർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു Q into vector E plus vector V cross vector B. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ ലോറൻസ് ഫോഴ്സ് വെക്ടർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു Q into വെക്ടർ E പ്ലസ് വെക്ടർ V ക്രോസ് വെക്ടർ B. ഇവിടെ നമുക്ക് ആ ഫിഗർ നോക്കിയിട്ട് ആ കമ്പോണൻസ് കൊടുക്കാം. അതായത് എക്സ് ഡിറക്ഷനിലാണ് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റിയെ നമുക്ക് എങ്ങനെ കൊടുക്കാം? വെക്ടർ വി. വെക്ടർ വിയെ എക്സ് ഡിറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ഏതാണ്? ഐ ക്യാപ്പ്, സ്മോൾ ഐ ക്യാപ്പ്. അപ്പോൾ വെക്ടർ വിയെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, വി ഐ ക്യാപ്പ്, വി ഐ ക്യാപ്പ്. ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡിറക്ഷനിലാണ്? വൈ ഡിറക്ഷനിലാണ് അല്ലേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? വൈ ഡിറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആരാണ്? സ്മോൾ ജെ ക്യാപ്പ്. അപ്പൊ നമുക്ക് കൊടുക്കാം ഇ ജെ ക്യാപ്പ്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡിറക്ഷനിലല്ലേ? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡിറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ഏതാണ്? സ്മോൾ കെ ക്യാപ്പ്. ദാറ്റ് ഈസ് ബി കെ ക്യാപ്പ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് വരും നോക്കിക്കേ. വെക്ടർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്ടർ ഇക്ക് പകരം നമ്മൾ കൊടുക്കുകയാണ് ഇ ജെ ക്യാപ്പ് പ്ലസ് വെക്ടർ വിക്ക് കൊടുക്കുകയാണ് വി ഐ ക്യാപ്പ് ക്രോസ് വെക്ടർ ബിക്ക് പകരം ബി കെ ക്യാപ്പ് ആണല്ലോ. ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ ഒരു ഐ ക്രോസ് കെ വരുന്നുണ്ട് അല്ലെ? ഐ ക്രോസ് കെയുടെ വാല്യൂ എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഐ ക്രോസ് കെയുടെ വാല്യൂ എന്താ? മൈനസ് ജെ. ഓർത്തിരിക്കണേ, ഐ ക്രോസ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ജെ ആണ്. ഐ ക്രോസ് കെ എന്ന് പറയുന്നത് മൈനസ് ജെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ടാണ് വരുന്നത് നോക്കിക്കേ. വെക്ടർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ജെ ക്യാപ്പ്. വി ബി നമ്മൾ എഴുതി. ഐ ക്രോസ് കെ എന്ന് പറയുന്നത് ആരായിരുന്നു? മൈനസ് ജെ ആയിരുന്നു അല്ലെ? അപ്പൊ ആ മൈനസ് ഞാൻ ഇട്ടു, അതോടൊപ്പം തന്നെ ജെയും എഴുതി. നമുക്ക് കിട്ടി വെക്ടർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ജെ ക്യാപ്പ് മൈനസ് വി ബി ജെ ക്യാപ്പ്.
ആ ജെ കോമൺ ആയത് തന്നെ അതിനെ ഔട്ട് സൈഡ് എടുക്കാം. വെക്ടർ എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ മൈനസ് വി ബി ജെ ക്യാപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാം. വെക്ടർ എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ മൈനസ് വി ബി ജെ ക്യാപ്പ് ആണല്ലോ. ഇനി ഫിഗറിലേക്ക് ഗ്രാഫിലേക്ക് ഒന്ന് നോക്കുക. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ആ ഡിറക്ഷനിൽ, അതായത് ചാർജ്ഡ് പാർട്ടിക്കിളിന് ആ ഇലക്ട്രിക് ഫീൽഡ് മൂലമുണ്ടാവുന്ന ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് അതിന്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അല്ലേ. പിന്നെ നമുക്ക് പേര് കൊടുക്കാം വെക്ടർ എഫ് ഇ, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. സിമിലർലി മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഡിറക്ഷൻ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് ഓർത്തിരിക്കുക, ഇക്വേഷൻ എന്തായിരുന്നു? വെക്ടർ എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്ടർ വി ക്രോസ് വെക്ടർ ബി. അപ്പോൾ വെക്ടർ വിയും വെക്ടർ ബിയും ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോ വെക്ടർ വിക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ. അപ്പൊ വെക്ടർ വി എക്സ് ഡിറക്ഷൻ, വെക്ടർ ബി ഇസഡ് ഡിറക്ഷൻ. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വൈ ഡാഷ് ആക്സിസ്. അതായത് വെക്ടർ ബിയുടെ ഫലമായിട്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് വൈ ഡാഷ് ആക്സിസിന്റെ ഡിറക്ഷൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ഡിറക്ഷൻ. അപ്പോൾ നോക്കിക്കേ, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് അപ്വേർഡ് ഡിറക്ഷനിൽ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഡൗൺവേർഡ് ഡിറക്ഷൻ. അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെന്ന് ഇക്വേഷൻ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് കാരണമാണ് ഇവിടെ മൈനസ് സൈൻ വന്നത്. ഇനി ചെയ്യുന്നത് ഈ വെക്ടർ എഫ് ഇ ആൻഡ് വെക്ടർ എഫ് ബി, അതായത് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് വരുന്ന കാരണം അവരെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ വരുത്താനാണ് നമ്മൾ നോക്കുന്നത്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിട്ട് വരുന്നു. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ, ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് 0 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും സ്ട്രെങ്ത് ഇ ആൻഡ് ബി വേരി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആക്കുകയാണ്. അങ്ങനെ നെറ്റ് ഫോഴ്സ്, ആ ചാർജ്ഡ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ദറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആ ഇക്വേഷനിൽ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ, അതായത് നമ്മുടെ ഇക്വേഷനിൽ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? രണ്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ, ഡിറക്ഷൻ ഓപ്പോസിറ്റ്. അപ്പോൾ റിസൾട്ടന്റ് വാല്യൂ 0 ആയിരിക്കും. അതിൽ നമുക്ക് മനസ്സിലാക്കണം വെക്ടർ എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത്? ഈ ഇക്വേഷൻ വരുന്നത് നമുക്ക് കൊടുക്കാം 0 ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ മൈനസ് വി ബി ഇൻറ്റു ജെ അല്ലേ. അപ്പൊ ക്യൂ ഈ വശത്തേക്ക് കൊണ്ടുവരുന്നു, അതും 0 ആയി. ജെ ഈ വശത്തേക്ക് കൊണ്ടുവരുന്നു, അതും 0 ആയി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇ മൈനസ് വി ബി ദറ്റ് ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഇ ദറ്റ് ഈസ് ഈക്വൽ ടു വി ബി, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വെലോസിറ്റിക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും, വി ദറ്റ് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ്. വെലോസിറ്റി വി ദറ്റ് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി. ഈ ഇക്വേഷനാണ് നമ്മൾ വെലോസിറ്റി സെലക്ടറിൽ യൂസ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ടാണ് വെലോസിറ്റി സെലക്ടർ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും സ്ട്രെങ്ത് വേരി ചെയ്തിട്ട് ആ റിസൾട്ടന്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആക്കുന്നു. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്, ഓർത്തിരിക്കുക. വി ദറ്റ് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോഴുള്ള ടോട്ടൽ ഫോഴ്സ്, ലോറൻസ് ഫോഴ്സ് എന്താന്ന് നോക്കുന്നു. അതിൽ വാല്യൂസ് കൊടുക്കാണ് ഏത് ഡിറക്ഷനിലാണ്. അപ്പോൾ വെലോസിറ്റി വെക്ടർ, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ, അതിന്റെ കമ്പോണൻസ് ഒക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ റിലേഷൻ കിട്ടും. വെക്ടർ എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ മൈനസ് വി ബി ഇൻറ്റു ജെ ക്യാപ്പ്. അതായത്
ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. നമ്മൾ ഇയുടെയും ബിയുടെയും വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ രണ്ട് ഫോഴ്സസും ഈക്വൽ ആക്കുന്നു. അതായത് റിസൾട്ടന്റ് ഫോഴ്സ് ലോറൻസ് ഫോഴ്സിന്റെ വാല്യൂ 0 ആക്കുന്നു. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. E that is equal to VB അല്ലെങ്കിൽ വെലോസിറ്റി V that is equal to E by B. അപ്പോൾ അങ്ങനെ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെലോസിറ്റി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ മാത്രം സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വെലോസിറ്റി സെലക്ടറിൽ ഇപ്പൊ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ഡയഗ്രാം നിങ്ങൾ ഓർത്തിരുന്നാൽ എളുപ്പമായിരിക്കും. ഇപ്പൊ രണ്ട് പ്ലേറ്റുകൾ, ഇതൊരു നെഗറ്റീവ് പ്ലേറ്റ് ആണെന്ന് വിചാരിച്ചോ, ഇതൊരു പ്ലസ് പ്ലേറ്റ് ആണ് വിചാരിച്ചോളൂ. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? പ്ലസ് പ്ലേറ്റിൽ നിന്ന് മൈനസ് പ്ലേറ്റിലേക്ക് അല്ലേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കൊടുത്തേക്കാം ഞാൻ. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ഡിറക്ഷൻ ആണെന്നുള്ള രീതിയിൽ ഞാൻ ഡോട്ട് ഇട്ട് കാണിച്ചേക്കാം. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. അപ്പൊ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ. ഈ ചാർജ്ഡ് പാർട്ടിക്കിള് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പം അതിൽ കുറേ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, പല വെലോസിറ്റീസിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ. അപ്പൊ ഇതിലിപ്പോ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ചാർജ്ഡ് പാർട്ടിക്കിളില് നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആയിട്ട് വരുമ്പോൾ, അതായത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് V is equal to E by B ആയിട്ട് വരുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് അത് എങ്കിൽ അതിന് ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഈ കക്ഷി നേരെ ഇങ്ങോട്ട് പൊക്കോളും. നമുക്ക് പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള ഈ കക്ഷിയെ മാത്രം സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നേരെ മറിച്ച് ബാക്കി V equals E by B എന്നുള്ള ആ ഇക്വേഷൻ ഫോളോ ചെയ്യാത്ത, അതായത് V not equal to E by B, ഇവിടെയാണെങ്കിലും കൊടുക്കാം V not equal to E by B, അങ്ങനെയുള്ള കക്ഷികൾ ഡീവിയേറ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇവിടെ നിന്ന് കക്ഷികൾ വരുമ്പോൾ അങ്ങനെയുള്ള കക്ഷികളൊക്കെ ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് പൊക്കോളും. നമുക്ക് ആവശ്യമുള്ള ആ കക്ഷികൾ മാത്രം, അതായത് V that is equal to E by B എന്ന് വരുന്ന കക്ഷികൾ മാത്രം അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് നേരെ അങ്ങോട്ട് പൊക്കോളും. ഡിഫറെന്റ് വെലോസിറ്റി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വെലോസിറ്റി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക്, ക്രോസ്ഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആണ് വെലോസിറ്റി സെലക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ തന്നെയാണ് നമ്മുടെ JJ തോംസൺ ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട്, ഇലക്ട്രോണിന്റെ E/m റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്തത്. അടുത്തത് ഈ E/m റേഷ്യോ തന്നെ യൂസ് ചെയ്യുന്ന വേറൊരു ഡിവൈസ് ഉണ്ട്, മാസ് സ്പെക്ട്രോമീറ്റർ. ഈ മാസ് സ്പെക്ട്രോമീറ്ററിലും ഈ കണ്ടീഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്, V that is equal to E by B. നമുക്ക് പ്രോബ്ലം നോക്കാം. രണ്ട് പ്രോബ്ലംസ് മിക്സ് ചെയ്ത തരുന്ന 11ാമത്തെയും 12ാമത്തെയും പ്രോബ്ലം, 4.11 and 4.12. In a chamber, a uniform magnetic field of 6.5 Gauss is maintained. An electron is shot into the field with a speed of 4.8 into 10 raised to 6 meter per second, normal to the field. Determine the radius of circular orbit. Second one, what is the frequency of revolution of electron? ഇലക്ട്രോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ മാസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്താ കണ്ടുപിടിക്കാനുള്ളത്? റേഡിയസ് ഓഫ് സർക്കുലർ ഓർബിറ്റ് കണ്ടുപിടിക്കാലോ. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു എന്താണ് സർക്കുലർ പാത്തിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ, R that is equal to mv by qb അല്ലെ ഇക്വേഷൻ, R equals mv by qb. അപ്പൊ നേരിട്ട് നമുക്ക് വാല്യൂസ് കൊടുക്കാം. മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ, 9.1 into 10 raised to minus 31. വെലോസിറ്റി എത്രയാന്നിരിക്കുന്നത്, 4.8 into 10 raised to 6.
divided by charge of electron 1.6 into 10 raised to minus 19. ഫീൽഡിന്റെ സ്ട്രെങ്ത് തന്നിരിക്കുന്ന 6.5 ഗോസ് 1 ഗോസ് എത്രയാണെന്ന് നമ്മൾ പഠിച്ചു. എത്രയാണ്? 10 raised to minus 4 ടെസ്ല. അപ്പോൾ 6.5 into 10 raised to minus 4. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4.2 into 10 raised to minus 2 റേഡിയസ് അല്ലേ, അപ്പോൾ യൂണിറ്റ് മീറ്റർ. 4.2 into 10 raised to minus 2 മീറ്റർ. അപ്പോൾ റേഡിയസിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുന്ന R equals mv by qb. സെക്കൻഡ് വൺ എങ്ങനെയാ? വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺ? നമ്മൾ പഠിച്ചു എന്താണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ? F that is equal to qb divided by 2πm. qb by 2πm. വാല്യൂസ് കൊടുക്കുകയാണ്. Q ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 into 10 raised to minus 19 into മാഗ്നറ്റിക് ഫീൽഡ് 6.5 ഗോസ് അല്ലേ, അപ്പോൾ 1 ഗോസ് എന്ന് പറയുന്നത് 10 raised to minus 4 ടെസ്ല. അപ്പോൾ 6.5 into 10 raised to minus 4. മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 into 10 raised to minus 31. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 1.8 into 10 raised to 7. ഫ്രീക്വൻസിയാണ്, യൂണിറ്റ് ഹെർട്സ്. 1.8 into 10 raised to 7 ഹെർട്സ്. ഫ്രീക്വൻസി റിലേഷൻ ഓർത്തിരിക്കുന്ന F that is equal to qb by 2πm. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ചാർജ് പാർട്ടിക്കിളിന്റെ മാഗ്നറ്റിക് ഫീൽഡിലുള്ള മൂവ്മെന്റ് ആണ്. 3 രീതിയിലുള്ള മോഷണം നമ്മൾ ചിന്തിച്ച്. ഒന്നാമത് എന്താണ്? ഫീൽഡിന് പാരലായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അത് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്തോളൂ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത്. ഫോഴ്സ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അതിന്റെ ഫലമായിട്ട് അത് ഫോളോ ചെയ്യുന്ന പാത്ത് സർക്കുലർ പാത്തായിരിക്കും. ആ സർക്കുലർ പാത്തില് നമ്മൾ ഫ്രീക്വൻസി എന്താണെന്നും ടൈം പീരീഡ് എന്താണെന്നും ഒക്കെ കണ്ടുപിടിച്ചു. എന്തായിരുന്നു ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ? F equals qb by 2πm. ടൈം പീരീഡ് എന്തായിരുന്നു? 2πm by qb. ആ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരെന്തായിരുന്നു? സൈക്ലോട്രോൺ ഫ്രീക്വൻസി. അടുത്തായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു ഇൻക്ലിനേഷനിൽ തീറ്റ ആംഗിളിലാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ വെലോസിറ്റി നമ്മൾ 2 കമ്പോണൻസ് ആക്കി മാറ്റിയിട്ട് നെറ്റ് റിസൾട്ടന്റ് പാത്ത് എന്ന് പറയുന്നത് ഹെലിക്കൽ പാത്ത് ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. ഈ ഹെലിക്കൽ പാത്തിന്റെ കേസിൽ റേഡിയസ് ഓഫ് ഹെലിക്സ് എന്താണ്? ആ സർക്കുലർ കമ്പോണന്റ് ഓഫ് മോഷൻ. ആ സർക്കുലർ പാത്തിലെ ആ സർക്കുലർ പോർഷന്റെ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് ഹെലിക്സ് എന്ന് പറയുന്നത്. ദെൻ ഹൊറിസോണ്ടൽ ആയിട്ട് ഫീൽഡിന്റെ ആ ഡിറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഇൻ 1 റൊട്ടേഷൻ അല്ലെങ്കിൽ 1 റെവല്യൂഷൻ. അതിനാണ് പറയുന്നത് പിച്ച്. ആ പിച്ച് നമുക്ക് കിട്ടി P that is equal to 2πmv cos theta divided by qb. അതിനുശേഷം നമ്മൾ പ്രകൃതിയിലെ ഒരു ഫിനോമിനൻ പഠിച്ചു, അറോറ ബോറിയോളിസ് അല്ലെ. അപ്പൊ ധ്രുവ പ്രദേശങ്ങളിലാണ് അത് കണ്ടുവരുന്നത്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ട്രാപ്പ് ചെയ്യപ്പെടുന്നു. അത് ഡെൻസിറ്റി അവരുടെ കൂടുതലായിരിക്കും പോൾസിൽ. അപ്പോൾ അവര് ആറ്റംസ് ആയിട്ട് മോളിക്യൂൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഓക്സിജനും നൈട്രജനും ഇതൊക്കെ കളർഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് പിങ്ക് പ്രകാശങ്ങളെ പുറത്തേക്ക് വിടുന്നു. അടുത്തായിട്ട് നമ്മൾ വെലോസിറ്റി സെലക്ടർ പഠിച്ചു അല്ലെ. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുകയാണ്. ആ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ് വെലോസിറ്റി സെലക്ടർ ആയിട്ട് വരുന്നത്. അപ്പോൾ വെലോസിറ്റി ഇക്വേഷൻ നമുക്ക് കിട്ടിയത് V that is equal to E by B. അപ്പൊ ജെ തോംസൺ E/m അതായത് ചാർജ് ടു മാസ് റേഷ്യോ ഇലക്ട്രോണിന്റെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്തത്. ഈ പ്രിൻസിപ്പിൾ തന്നെയാണ് യൂസ് ചെയ്തത്. അതേമാതിരി മാസ് സ്പെക്ട്രോമീറ്ററിലും സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.